വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഈ ഉസ്താദിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇതാണ് ദേവർഷോൽ ഉസ്താദ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഉസ്താദാണ്. ഈ ഉസ്താദ് ഒരുപാട് പേർക്ക്, പാവങ്ങളായ ആളുകൾക്ക്, അവർക്ക് വിവാഹം കഴിക്കാൻ കഴിയാത്ത ഒരാളുകൾക്ക് സമൂഹ വിവാഹം നടത്തിയിട്ട് ലൈഫ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അത് ഏപ്രിൽ 5-നാണ് ഒരു 850ഓളം ആളുകൾക്ക് വധൂവരന്മാരുടെ വിവാഹം. അതിൽ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല, മുസ്ലിങ്ങളും എല്ലാ മതക്കാരും ഉണ്ട്. നീലഗിരി ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ വെച്ചാണ് ആ കല്യാണം നടക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 5-നാണ് ആ കല്യാണം. പക്ഷേ ആ കല്യാണത്തിന് ഇപ്പോൾ യുദ്ധ സാഹചര്യം കാരണം മതിയായ ഫണ്ട് ലഭ്യമായിട്ടില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. വളരെ വലിയൊരു സാമൂഹ്യ പ്രവർത്തനത്തിന് നമ്മളെക്കൊണ്ട് കഴിയുന്നൊരു തുക കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വളരെ വലിയൊരു കാര്യമാണ്. ഒരു 5ഓളം തവണ ഇങ്ങനെ 2000ഓളം പേർക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഈ സ്ഥാപനം, ഈ ദേവർഷോൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ അതൊരു 6ാമത്തെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൽ 850 വധൂവരന്മാരാണ്. ഇപ്പോഴത്തെ സാഹചര്യം യുദ്ധ സാഹചര്യമാണ്. ഗൾഫിലുള്ള പല ആളുകളും പ്രയാസത്തിലാണ്. ഫണ്ട് കൊടുക്കാമെന്ന് ഏറ്റ ആളുകൾക്കൊന്നും കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് എന്താ കഴിയാച്ചാൽ അത് ചെയ്യുക. ഉസ്താദ് പറയുന്ന ഈ കാര്യങ്ങളൊന്ന് കേൾക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്ന ജ്യേഷ്ഠാനുജ സഹോദരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പാടന്തറ മർക്കസിൽ വെച്ച് നടക്കുന്ന 850 പാവങ്ങളുടെ കല്യാണം ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതി ദിവസം അടുത്തിരിക്കുകയാണ്. കാര്യങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം അറിയുന്നതാണല്ലോ. മറ്റു വല്ലതുമാണ് എങ്കിൽ നീട്ടിവെക്കാമായിരുന്നു. ഇത് 850 പാവങ്ങളുടെ ജീവിതമല്ലേ. മാസങ്ങളായി ഒരു ജീവിതം പ്രതീക്ഷിച്ച് കൊതിച്ചിരിക്കുന്ന സാധുക്കൾ. ആ പാവങ്ങൾക്ക് നാം ഒരു താങ്ങായാൽ അള്ളാഹു നമ്മെ പല വിഷയത്തിലും സഹായിക്കും. അവരെ നമ്മൾ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മെ സന്തോഷിപ്പിക്കും. ഒരു നിർണായക ഘട്ടമായതുകൊണ്ട്, കാര്യങ്ങൾ എവിടെയും എത്താത്തതുകൊണ്ടും നിങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും പെങ്ങന്മാരും, 850 പാവങ്ങളുടെ ജീവിതമാണല്ലോ. 1000 രൂപയെങ്കിലും ഈ പാവങ്ങൾക്ക് നൽകി, അല്ലെങ്കിൽ കഴിയുന്നത് നൽകി ഈ സാധുക്കളെ ഒന്ന് സന്തോഷിപ്പിക്കുമോ? ഈ പാവങ്ങൾക്കൊന്ന് താങ്ങാകുമോ? ഈ സാധുക്കളുടെ നിറഞ്ഞ ദുആ നിങ്ങൾക്ക് ലഭിക്കും. ആത്മാർത്ഥമായി ഈ പാവങ്ങൾ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. വലിയൊരു പ്രതിസന്ധി ഘട്ടമായതുകൊണ്ട് നിങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കുകയാണ്. അള്ളാഹു ഈ പാവങ്ങളെ സഹായിക്കുന്ന എല്ലാ സഹോദരങ്ങൾ പെങ്ങന്മാർക്കും ഇസ്സത്ത് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് ഭാരമാകും വിധത്തിലെ കിടപ്പുകളിൽ നിന്ന് അള്ളാഹു ഈ പാവങ്ങളെ സഹായിക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഈ ഉസ്താദിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതുപോലെ ആ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ ആദ്യ സത്യത്തിൽ ഇത്തരം വിവാഹങ്ങളെ ഞാൻ ചോദിച്ച ഒരാളോട്, ഇതെന്തിനാണ് നിങ്ങൾ ഇയാൾ ഈ കാശില്ലാതെ ഇത്തരം വിവാഹങ്ങൾ നടത്തുന്നത്? വിവാഹം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം കാര്യങ്ങളല്ലേ, അതൊക്കെ ഒരു നടത്തിക്കൊള്ളൂലേ. നമ്മളൊരാൾക്കൊരു ജോലി കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഇതല്ലേ വേണ്ടത്. അവരുടെ ഒരു സുഹൃത്ത്, ഒരു കുടുംബ സുഹൃത്ത് നീലഗിരിയിലുണ്ട്. അവർ പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറ്റ വീട്ടിൽ അവർ കഴിയുന്നത്. 1 പവൻ സ്വർണ്ണാഭരണമെങ്കിലും അവരെ കൊണ്ട് കൂട്ടിയാൽ കൂടൂലത്ര, അത്രയും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കൊരു മകളുടെ വിവാഹക്കാരിയായി, അപ്പോൾ ഒരു 5 പവൻ അല്ലെങ്കിൽ ഒരു 3 പവൻ സ്വർണ്ണാഭരണം അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗം കിട്ടുന്ന സന്തോഷത്തിലാണ്. അപ്പോൾ അത് ഉസ്താദെ ഏറ്റെടുത്തിട്ടാണ് അവർക്കൊരു നിശ്ചിത സ്വർണ്ണാഭരണം കൊടുക്കുന്നു, വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം അങ്ങനെ ഒരാൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് അഭിനന്ദനം അർഹിക്കുന്നതാണ്. അപ്പം ദേവർഷോൽ ഉസ്താദിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം സംഘടനാ രംഗത്ത് സജീവമാണോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ പറഞ്ഞിട്ടോ, സംഘടനയുടെ ഒരു ഭാഗം നിന്നിട്ട് മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുന്ന സ്വഭാവമുള്ള ഒരുപാട് പേരുണ്ട്. ആ ഒരു പേരിലുള്ള ഒരാളെല്ലാവരും ദേവർഷോൽ ഉസ്താദ്. സത്യം പറഞ്ഞാൽ ദേവർഷോൽ ഉസ്താദിനെ എനിക്ക് പേരറിഞ്ഞുകൂടാ. ഞാൻ ദേവർഷോൽ ഉസ്താദ് അബ്ദുസലാം എന്നാണോ പേരിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൃത്യമായിട്ട് എനിക്ക് പേരറിയില്ല. പക്ഷേ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. അങ്ങനെ ഈ ഒരു വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു വിവാഹ രീതി എന്താണെന്ന് വെച്ചാൽ, വധൂവരന്മാരെ അവനവൻ കണ്ടെത്തണം. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞാലാണ് ഇവരെ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്കുള്ളൊരു ചെറിയ നിശ്ചിത സ്വർണ്ണം, അത് 3 പവനാണോ 5 പവനാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോഴത്തെ അറിയാമല്ലോ സ്വർണ്ണത്തിൻ്റെ ഒക്കെ ഒരു വില. അതൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഗൾഫിലൊക്കെ വളരെ വലിയ പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഏറ്റവും അധികം ഇന്ധന വില കൂടിയത് UAE-യിലാണ്. അതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടി. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇപ്പോൾ ഗ്യാസിന് 190 രൂപ വില കൂടി. ഏത് ഈ ഹോട്ടലുകൾക്ക് കൊടുക്കണ ഗ്യാസ്, സ്വാഭാവികമായിട്ടും ഹോട്ടലുകൾക്ക് കൊടുക്കണ ഗ്യാസിൽ 190 രൂപ വില കൂടുക എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ വില കൂടും. ഫുഡിൻ്റെ വില കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങും. ഇപ്പോൾ ഇന്ധന ചെലവ് തന്നെ, വിമാനം സർവീസ് നടത്താനുള്ള ഇന്ധനം 2 മാസത്തേക്ക് നിലവിലുള്ളൂ. അത് കഴിഞ്ഞ് യുദ്ധമാണെങ്കിൽ നീണ്ടുപോകുന്ന സാഹചര്യം ആണെങ്കിൽ എന്താ ചെയ്യുക?
അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധിയില്ല. പല ഹോട്ടലുകളും ഇപ്പോൾ തുറക്കുന്നേ ഇല്ല. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാ തരത്തിലും പ്രതിസന്ധിയില്ല. ഗൾഫിലുള്ള എ ക്ലാസ് ജോലിയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അതായത് വലിയ ഓഫീസ് ജോലിയൊക്കെ ഉള്ള ആളുകൾക്ക് 20 മുതൽ 30% വരെ സാലറി കുറക്കണം. അപ്പോൾ ഒരു യുദ്ധം എന്ന് പറഞ്ഞത് വേറെ എവിടെയോ നടക്കുകയാണെങ്കിലും അത് നമ്മളെയൊക്കെ ബാധിക്കും. ഇപ്പോൾ ഷാർജയിൽ ഒരാൾ പറയുകയാണ് ഷാർജയൊക്കെ തകർന്നു, ഷാർജയൊക്കെ 20 കൊല്ലത്തിന് പിറകിലേക്ക് പോയി എന്നാണ് പറയണത്. കാരണം അബുദാബി ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറയണം അവനക്ക് 3000 ദിർഹമാണ് സാലറി കുറച്ചത്. ഒരു സാധാരണ ആൾക്ക് 1600 ദിർഹമേ സാലറി ഉള്ളൂ, ഇവൻ്റെ ഉള്ള സാലറിന് 3000 ദിർഹം കുറച്ചു. അപ്പോൾ വലിയ വലിയ ജോലിയുള്ള ആളുകളൊക്കെ സാലറി 30% ഒക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള സാമൂഹ്യ സേവനങ്ങൾക്ക് ഫണ്ട് കിട്ടാതാവും. ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഉസ്താദിൻ്റെ ഒരു വിവാഹം ഏപ്രിൽ 5-നാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് നമ്മൾ അയക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷം ഇപ്പോൾ ഒരു മദ്രസ ഒക്കെ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഈ ഒരു വർഷം നിങ്ങളുടെ എത്ര പേര് മക്കൾ ഇത്തവണ മദ്രസയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്ന് പങ്കുവെക്കണേ. നിങ്ങളുടെ മകനെയോ മകളെയോ പേരക്കുട്ടിയെയോ മറ്റോ ഒക്കെ ചേർത്തിട്ടുണ്ട്. ഈ വർഷം മുതലാണ് ചേർക്കണമെങ്കിൽ ഇപ്പം എൻ്റെ മോനെയും ഇൻഷാ അല്ലാഹ് നാളെ ചേർക്കണം. അവൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എന്നാണ് എത്തിയത്, അവൻ ഉമ്മയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് അവനും ചേർക്കും. അപ്പോൾ നിങ്ങൾ എത്ര പേരുടെ മക്കളെ ഈ വർഷം മദ്രസയിൽ ചേർത്തതുണ്ടെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കുക. നമ്മൾ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ ഇറാനുമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്, ട്രംപ് തോറ്റോടുന്നൊരു സാഹചര്യമാണ്. ട്രംപ് പറയുന്നത് ഞാനിനി യുദ്ധം നിർത്താൻ പോവുകയാണ്, ഇതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. കാരണം ട്രംപിന് മനസ്സിലായി ഇറാനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ഇറാനെ എല്ലാവരും ആക്രമിക്കാൻ കാരണം? എണ്ണയാണ് കാരണമെങ്കിൽ ഇറാനെ പോലെ തന്നെ ഒരുപാട് എണ്ണ ഉൽപ്പാദന രാജ്യമാണ് സൗദി അറേബ്യ. അത് ഇവിടെയൊന്നും ഇല്ലാത്തൊരാക്രമണം എന്തുകൊണ്ടാണ് ഇറാനിനോട് അമേരിക്കയ്ക്ക് ഇത്ര ഒരു വിരോധം വരാൻ കാരണം? അതിന് ചരിത്രത്തിൽ ഒരു കഥയുണ്ട്. അതായത് ഇറാന് പണ്ട് 1950-കളിൽ ഈ ഇറാനിൽ എണ്ണ ശേഖരണം കണ്ടെത്തി. അതായത് അറബ് രാജ്യങ്ങളൊക്കെ എണ്ണ ശേഖരണം കണ്ടെത്തിയപ്പോൾ ഈ എണ്ണ ഭൂമിയുടെ അടിയിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ കയ്യിലും അറബ് രാജ്യങ്ങളുടെ കയ്യിലൊന്നും എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇറാനിൽ നിന്ന് എണ്ണ എടുത്തിരുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ആ ബ്രിട്ടീഷ് കമ്പനി എണ്ണ എടുക്കും, എന്നിട്ട് അതിലൊരു 16% മാത്രമാണ് ഇറാൻക്ക് കൊടുക്കുക. ബാക്കി മുഴുവനും കിട്ടുന്നത് ആരെടുക്കും? ഈ ബ്രിട്ടീഷ് കമ്പനി എടുക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യം. ഇതൊരു വലിയ കൊള്ളലാഭമായിരുന്നു. പക്ഷേ ഇറാനത്തെ ഭരണാധികാരിയായ അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, മുഹമ്മദ് മൊസാദക്ക് എന്ന പേരുള്ളൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഇത് മനസ്സിലായി. 1951 പ്രധാനമന്ത്രിയായി മനുഷ്യൻ ഒരു തീരുമാനം എടുത്തു. ഇനി മുതൽ ഈ ഒരു ഓയിൽ എടുക്കുന്ന, അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എടുക്കുന്ന ഈ കമ്പനിയെ ദേശസാൽക്കരിച്ചു. അതായത് അത് ഇറാൻ്റെ മാത്രം കമ്പനിയാക്കി മാറ്റിയതോടെ ബ്രിട്ടൻക്ക് അവിടുന്ന് നാട് വിടേണ്ടി വന്നു. അതോടുകൂടി ബ്രിട്ടൻ തെറ്റി. ഇറാൻക്കെതിരെ പല ആരോപണങ്ങളും ബ്രിട്ടൻ ഉന്നയിക്കേണ്ടായി. ആ സമയത്താണ് ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു ശീതസമരമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയനൊപ്പമാണ് ഇറാൻ എന്ന ഒരു വ്യാഖ്യാനം ആരുണ്ടാക്കിയെടുത്തു? ബ്രിട്ടൻ ഉണ്ടാക്കിയെടുത്തു. അത് നേരെ അമേരിക്കനെ അറിയിച്ചു. അന്ന് അമേരിക്കൻ ഭരണാധികാരി ഈ ഇടതുപക്ഷത്തിനെതിരെ, കമ്മ്യൂണിസത്തിനെതിരെ ഭയങ്കര നിലപാടെടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഇറാനിലെ ഭരണാധികാരികൾ കമ്മ്യൂണിസ്റ്റിനൊപ്പമാണ്, സോവിയറ്റ് യൂണിയനൊപ്പമാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന ഹോർമുസ് കടലെടുക്കുക, അതൊക്കെ റഷ്യ ഏറ്റെടുക്കും എന്ന രീതിയിലുള്ള ഒരു കള്ളപ്രചരണമാണ് ബ്രിട്ടൻ നടത്തിയത്. ഇതറിഞ്ഞ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാനിലെ ഭരണാധികാരിയെ മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെ വലിയ കലാപം നടന്നു. ആ കലാപത്തിൽ 1953 ഈ ഒരു മുഹമ്മദ് മൊസാദക്ക് എന്നുള്ള ആ ഒരു അവിടുത്തെ ഓയിൽ കമ്പനി ദേശസാൽക്കരിച്ച ആ ഭരണാധികാരി പുറത്താക്കിയിട്ട് അവിടുത്തെ ഷാ പഹ്ലവി ഭരണകൂടമുണ്ട്, രാജാക്കന്മാർ. അവർ കുറേ വർഷങ്ങളായിട്ട് ഭരിക്കുകയാണെങ്കിലും പ്രധാനമന്ത്രിക്കാണ് കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത്. അങ്ങനെ പ്രധാനമന്ത്രിയെ വീട്ടുതടങ്കലിലാക്കിയിട്ട് ഈ ഒരു രാജാവിന് കൂടുതൽ അധികാരം കൊടുത്തു. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് ഈ ഭരണകൂടത്തിനോട്, അവിടുത്തെ ഷാ ഭരണകൂടത്തിനോട് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം അടിച്ചമർത്തുന്ന ഒരു നയമായി, ഒരു ഏകാധിപത്യ സ്വഭാവമായിരുന്നു. അങ്ങനെയാണ് 1979 ഇറാനിലൊരു ഇസ്ലാമിക് റവല്യൂഷൻ, ഒരു വിപ്ലവം ഉണ്ടാവുകയും അങ്ങനെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു ഷിയ ഭരണകൂടം ഇറാനിൽ വരുന്നത്. ഇറാൻ എന്നൊരു ഷിയ രാജ്യത്തോട് സുന്നി രാജ്യങ്ങൾക്ക് വലിയൊരു ഭയമാണ്. ഇപ്പോഴും ആ ഭയമുണ്ട്. അങ്ങനെയാണ് ഇറാഖ് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അന്ന് ഇറാഖിലെ സദ്ദാം ഹുസൈനെ സഹായിച്ചിരുന്നത് സത്യം പറഞ്ഞാൽ ഈ അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇറാനെ തകർക്കണം എന്നൊരു ചിന്തയായിരുന്നു അന്ന് അമേരിക്കക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു യുദ്ധം ഒരു 10 വർഷം നീണ്ടുന്നു. അതിനിടക്ക് ഇറാഖ് ഒരു കാര്യം ചോദിച്ചു, യുദ്ധത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ പറ്റി, ആ നഷ്ടപരിഹാരം ഗൾഫ് രാജ്യങ്ങൾ തരണം. അങ്ങനെ സൗദി അറേബ്യയും ഖത്തറൊന്നും നഷ്ടപരിഹാരം കൊടുക്കാൻ സമ്മതിച്ചില്ല. ഇപ്പോൾ അമേരിക്ക ഇറാനിൽ നടത്തുന്ന യുദ്ധങ്ങളുടെ നഷ്ടപരിഹാരം ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കണം എന്നാണ് പറയണത്. എല്ലാ ഗൾഫ് രാഷ്ട്രങ്ങൾക്കും സുന്നി രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്നായിരുന്നു സദ്ദാമിൻ്റെ ന്യായം. അതിനിടക്കാണ് കുവൈത്ത് എണ്ണ ഖനനം നടത്തുമ്പോൾ അത് ഈ ചെരിച്ചെടുത്തിട്ട് ഇറാഖിൻ്റെ ഭൂമിയിൽ നിന്നാണ് എണ്ണ എടുക്കുന്നതെന്നൊരു ആരോപണം സദ്ദാം ഉന്നയിക്കുകയും അത് എന്നിട്ട് കുവൈത്ത് ആക്രമിച്ചു, ഇറാഖ് ആക്രമിച്ചു. അതോടുകൂടിയിട്ടാണ് കുവൈത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക വീണ്ടും ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? ഇറാഖുമായിട്ടൊരു യുദ്ധം നടത്തി. ഇതാണ് 1991 ഗൾഫ് യുദ്ധം. ആ യുദ്ധത്തിൽ ഇറാഖുമായുള്ള ഗംഭീര യുദ്ധമാണ് പിന്നീട് സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ ഇറാനോടുള്ളൊരു വിരോധം എന്ന് വെച്ചാൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതല്ല, ബ്രിട്ടനാണ്
ബ്രിട്ടനാണ് ഇത് മുഴുവനും കുളവാക്കിയ രാജ്യം. അന്ന് ബ്രിട്ടൻക്ക് ഏകദേശം ലോകത്തിൽ 65ഓളം രാജ്യങ്ങൾ ബ്രിട്ടൻ്റെ ആയിരുന്നു. ഇന്ത്യ ബ്രിട്ടൻ്റെ ആയിരുന്നു, ഒരുപാട് ദ്വീപുകൾ ബ്രിട്ടൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഇപ്പോൾ ഇറാനിൽ അമേരിക്ക നടത്തുന്ന ഈ ഒരു യുദ്ധത്തോട് കൂടിയിട്ട് അതിലുണ്ടായ ഒരുപാട് നഷ്ടങ്ങളുണ്ട്, അമേരിക്ക കോടികളുടെ നഷ്ടം. ഇത് മുഴുവനും ഗൾഫ് രാജ്യങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞാൽ അത് ന്യായമാണോ എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.